സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷനാക്കിയതിൽ സുരേഷ് ഗോപിക്ക് എതിർപ്പ്. പദവിയിലേക്ക് നിയോഗിച്ചത് സുരേഷ് ഗോപിയുമായി ആശയവിനിമയം നടത്താതെയെന്ന് സൂചന. പദവി ഏറ്റെടുത്താൽ രാഷ്ട്രീയ പരിപാടികളിലോ പൊതുപരിപാടികളിലോ പങ്കെടുക്കാൻ കഴിയില്ല. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ തൃശൂരിൽ പദയാത്ര നടത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു സുരേഷ് ഗോപി. അമർഷം ദേശീയ നേതൃത്വത്തെ അറിയിച്ചേക്കും. വിവരങ്ങളുമായി ബി വിനോദ് ചേരുന്നു. വിനോദ്, കൃത്യമായി ഈ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനാണോ സുരേഷ് ഗോപിയുടെ പദ്ധതി? എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ഒതുക്കലിലേക്ക് പാർട്ടി കടന്നത്? ധന്യ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൃശൂർ കേന്ദ്രീകരിച്ചാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി മത്സരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യവുമായിരുന്നു. അദ്ദേഹമാകട്ടെ രാഷ്ട്രീയ പരിപാടികളിലും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അത് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരുന്നതും ഇപ്പോൾ അത് ആ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതും തൃശൂരിൽ തന്നെയാണ്. അടുത്ത മാസം 2-ന് സുരേഷ് ഗോപി തൃശൂരിൽ പദയാത്ര തീരുമാനിച്ചിട്ടുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെ ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിന്റെ കോർഡിനേഷനും അതിന്റെ ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി അദ്ദേഹത്തിന്റെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇങ്ങനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചലച്ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിയമനം വരുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുമായി ആശയവിനിമയം നടത്താതെ BJP കേന്ദ്ര നേതൃത്വം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് അറിയുന്ന വിവരവും അങ്ങനെയാണ്. അദ്ദേഹത്തിന് കടുത്ത അമർഷമുണ്ട്. കാരണം 3 വർഷത്തേക്കാണ് ഈ പദവിയിലേക്ക് പോകേണ്ടി വരിക. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിലോ മറ്റ് പൊതുപരിപാടികളിലോ പങ്കെടുക്കുന്നതിന് ചട്ടം അനുവദിക്കില്ല. പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ചട്ടം തടസ്സമായി നിൽക്കും. മാത്രവുമല്ല, അവിടെ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് സമയമാവുമ്പോൾ തൃശൂരിലെത്തി മത്സരിക്കാമെന്ന് കരുതിയാൽ ഇപ്പോൾ ജനങ്ങളുമായി അദ്ദേഹം വെച്ചു പുലർത്തുന്ന ഒരു സമ്പർക്കമുണ്ട്. ലൈം ലൈറ്റിൽ നിൽക്കുകയാണ്. മാത്രമല്ല, തൃശൂരിൽ ജനങ്ങളുടെ പലവിധ വിഷയങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ഇത് മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം കടുത്ത അമർഷത്തിലാണ്. അദ്ദേഹം ഈ പദവി ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. സുരേഷ് ഗോപിയെ ഒതുക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നിയമനം നൽകി എന്ന് കരുതുന്നവരും പാർട്ടിക്കുള്ളിലുണ്ട്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ട്. അദ്ദേഹത്തെ പൊതുജനങ്ങളിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ഒതുക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു അദ്ദേഹം പോലും അറിയാതെ ഇങ്ങനെ ഒരു നിയമനം നൽകി എന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും സുരേഷ് ഗോപിയുടെ ക്യാമ്പ് അതിർത്തിയിലാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നീരസമുണ്ട്. ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എങ്ങനെയായിരിക്കും? അത് കൃത്യമായി ഔദ്യോഗികമായി അറിയിക്കാനുള്ള സാധ്യതയുണ്ട്? ഇതുവരെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും സുരേഷ് ഗോപിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒഴിയുകയായിരിക്കും ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ കൈക്കൊള്ളാൻ പോകുന്നൊരു നിലപാടെന്നാണ് നമുക്ക് കരുതേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിലേക്ക് സംസ്ഥാന നേതൃത്വം പോകുമോ എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഏതായിരുന്നാലും സുരേഷ് ഗോപി തന്നെ പൊതുവേദിയിൽ പ്രസംഗിച്ചതാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഇങ്ങനെ 2 നേതാക്കളാണ് തനിക്കുള്ളത് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. മാത്രവുമല്ല, സംസ്ഥാന നേതൃത്വവുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയമോ അല്ലെങ്കിൽ വളരെ ഒത്തുചേർന്ന് പോകുന്ന ഒരു രീതിയോ അല്ല സുരേഷ് ഗോപി നേരിട്ട് കേന്ദ്ര നേതൃത്വവുമായി അത് തന്നെയായിരിക്കുമോ ഇത്തരത്തിലൊരു സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമല്ലോ കേന്ദ്രം നേതൃത്വം തീരുമാനത്തിലേക്കൊക്കെ കടക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ആരുമായും സഹകരിക്കുന്നില്ല എന്ന തരത്തിലോ ഇല്ലെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടോ ഇപ്പം 2-ാം തീയതിയാണെന്ന് തോന്നുന്നു കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് BJP പ്രതിഷേധം നടത്താനിരിക്കുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് BJPക്ക് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും ഒറ്റയാൻ പോരാട്ടം അല്ലെങ്കിൽ ഒറ്റയാനെ പോലെ സുരേഷ് ഗോപി പോകുന്നു എന്ന നിലയ്ക്കുള്ള ചില വിമർശനങ്ങൾ നേരത്തെ തന്നെ അടക്കം പറച്ചിലായി പാർട്ടി നേതൃത്വത്തിനുള്ളിലുണ്ട്. വ്യവസ്ഥാപിതമായ രീതിയിൽ സംസ്ഥാന നേതൃത്വം ആസൂത്രണം ചെയ്യുന്ന രീതിയിലോ മറ്റുമല്ല സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ശൈലിയും രീതിയും. മറിച്ച് അദ്ദേഹം സാധാരണ ഇവിടുത്തെ നേതാക്കൾക്ക് പോലും അപ്രാപ്യനാണ്. ഫോണിൽ പോലും ഒരുപക്ഷെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എന്ന നിലയ്ക്കൊക്കെയുമുള്ള ചില കാര്യങ്ങളൊക്കെയും വന്നിട്ടുണ്ട്. പക്ഷേ നേതൃത്വം അത് പരസ്യമായി സമ്മതിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാനും കരുതുക വയ്യ. അല്ലെങ്കിൽ അങ്ങനെ പറയുമെന്ന് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഏതായിരുന്നാലും സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹം ദേശീയ നേതൃത്വവുമായി നേരിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം
നേരത്തെ ഈ മന്ത്രിസഭാ പുനഃസംഘടന, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന വന്നപ്പോൾ വീണ്ടും രാജ്യസഭ അംഗം എന്ന നിലയിലേക്ക് സുരേഷ് ഗോപിക്ക് ഒരു പ്രവേശം നൽകുകയും അതുവഴി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കും എന്നതിലേക്കുള്ള ചില സൂചനകളും ഉണ്ടായിരുന്നു. ഏതായാലും അതാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് മറ്റൊരു ബുദ്ധിമുട്ടില്ല. കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും നേരെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴത്തെ ഈ നിയമനത്തിന്റെ പ്രശ്നം 3 വർഷത്തേക്കാണ് നിയമനം. ഈ നിയമനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ഥാനം 3 വർഷം ലോക്കാകുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജീവിതത്തിൽ സുരേഷ് ഗോപിയെ ബാധിക്കാം സ്വാഭാവികമായിട്ട്. മറ്റൊന്ന്, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഏറ്റെടുത്തേക്കില്ല സുരേഷ് ഗോപി എന്നുള്ള സൂചനകളുമാണ് നമുക്ക് വരുന്നത്. നന്ദി വിനോദ്. സത്യജിത് റായുടെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാളെ ഇരുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് നടനും നിർമ്മാതാവുമായ പ്രകാശ് ബാരയും സംവിധായകയും ആക്ടിവിസ്റ്റുമായ കുഞ്ഞില മസ്ലാമണിയും ന്യൂസ് 18നോട് പ്രതികരിച്ചു. നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ചുരുങ്ങിയ ഇൻവോൾവ്മെന്റ് ആണ് ഒരു ഫിലിം മേക്കിങ്ങിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡയറക്ടർ, അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകം മുഴുവൻ ആദരിച്ച ഒരു ഇന്ത്യൻ സിനിമാ സംവിധാന പ്രതിഭയുടെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപമാനിക്കുന്നതിന്റെ തുല്യമാണ് ഒരു ഇങ്ങനെയുള്ളൊരു നടനെ പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്രയും കാഷ്വൽ ആയിട്ട് ഇതിനെ ആലോചിക്കുന്നത്. അത് സുരേഷ് ഗോപിയെ അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് സത്യം പറഞ്ഞാൽ ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ ഇതിന്റെ ചെയർപേഴ്സൺ ആരാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഗവൺമെന്റ് ഐഡിയോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അതിനോടാണ് വിദ്യാർത്ഥികൾക്ക് വിയോജിപ്പുള്ളത്. അവരൊരു തരത്തിലും ചേർന്ന് പോവാത്ത പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി, അല്ലെങ്കിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്നുള്ളത് കൊണ്ട് സ്റ്റുഡൻസ് ഒന്നടങ്കം ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. हमें मिले एक की महिला आरक्षण करने से पहले महिला आरक्षण देने से पहले हमें सेंसस करना पड़ेगा और दूसरा डिलिमिटेशन करना पड़ेगा और इन दोनों चीजों को करने के लिए बहुत साल लगेंगे. सच्चाई यह है कि महिला आरक्षण को आज किया जा सकता है. 33% आज जो सीट्स हैं लोकसभा में, विधानसभा में, वो महिलाओं को दी जा सकती है. कोई कॉम्प्लिकेटेड मामला नहीं है, मगर सरकार वो नहीं करना चाहती है. सरकार ने ये देश के सामने रख दिया है, मगर रियलिटी ये है कि ये इंप्लीमेंट आज से 10 साल बाद होगा. ये भी नहीं मालूम कि होगा या नहीं होगा. तो एक प्रकार से ये डिस्ट्रैक्शन टैक्टिक है, डाइवर्जन टैक्टिक है. डाइवर्जन किस चीज से हो रहा है? डाइवर्जन ओबीसी सेंसस से हो रहा है. मैंने पार्लियामेंट में सिर्फ एक इंस्टीट्यूशन के बारे में बात की, वो जो हिंदुस्तान की सरकार का सेंटर है, कोर है, जो हिंदुस्तान की सरकार को चलाता है, कैबिनेट सेक्रेटरी एंड सेक्रेटरीज. और उसमें मैंने एक छोटा सा सवाल पूछा. प्रधानमंत्री कहते हैं कि वो ओबीसी के लिए बहुत काम कर रहे हैं. अगर प्रधानमंत्री इतना काम कर रहे हैं तो 90 लोगों में से सिर्फ 3 लोग ओबीसी कम्युनिटी से क्यों हैं? पहला सवाल. दूसरा सवाल, मैंने यही एनालिसिस बजट को देख के की कि भैया पूरा हिंदुस्तान का बजट क्या है और ये जो ओबीसी ऑफिसर्स हैं ये इस बजट में से कितना कंट्रोल कर रहे हैं और क्या कंट्रोल कर रहे हैं. आदिवासी क्या कंट्रोल कर रहे हैं, दलित क्या कंट्रोल कर रहे हैं. ओबीसी हिंदुस्तान के 5% बजट को कंट्रोल कर रहा है, ओबीसी ऑफिसर्स. तो मुझे बात समझ नहीं आ रही है. प्रधानमंत्री हर रोज ओबीसी की बात करते हैं, ओबीसी प्राइड की बात करते हैं, मगर ओबीसी के लिए किया क्या? अब जब मैंने ये बात बोली, उनका रिस्पॉन्स बड़ा इंटरेस्टिंग है.
वो कहते हैं कि लोकसभा में हमारा रिप्रेजेंटेशन है। लोकसभा में रिप्रेजेंटेशन का क्या लेना देना है? मैं कह रहा हूं कि बजट डिसीजन जो लेते हैं, जो बजट को ऑफिसर्स हैं, जो बजट को कंट्रोल करते हैं, 5% ओबीसी निर्णय ले रहे हैं। और मैंने सिर्फ यह सवाल पूछा, क्या हिंदुस्तान में ओबीसी की आबादी 5% है? यह मैं जानना चाहता हूं। अगर 5% है तो फिर वो ठीक है, उसको मैं एक्सेप्ट करने के लिए तैयार हूं। मगर अगर वो 5% से ज्यादा है तो मुझे यह पता लगाना है, और एक बार मैं मन बना लेता हूं, मैं छोड़ता नहीं हूं, मुझे यह पता लगाना है ये ओबीसी हिंदुस्तान में कितने हैं, और जितने हैं उतनी भागीदारी इनको मिलनी चाहिए। अब आप किसी लोकसभा में किसी भी एमपी से पूछ लीजिए, लोकसभा को टेंपल ऑफ डेमोक्रेसी कहा जाता है। आप किसी भी बीजेपी के एमपी से पूछ लीजिए कि वो कोई डिसीजन लेता है, कोई कानून बनाता है, कोई कानून बनाने में भाग लेता है, किसी से भी पूछ लीजिए, बिल्कुल नहीं। ना कांग्रेस का एमपी इस लोकसभा में, ना बीजेपी का एमपी, ना कोई और इंडिया का एमपी कोई डिसीजन लेता है। मतलब एमपीज को जैसे मंदिर में मूर्ति होती है वैसे मूर्तियां बना रखी हैं, और ओबीसी की वहां पे मूर्तियां भर रखी है, मगर पावर बिल्कुल नहीं है, देश को चलाने में कोई भागीदारी नहीं है। यह सवाल मैंने उठाया है कि क्या, और हर ओबीसी युवा को यह समझना है कि क्या आपको इस देश को चलाने में भागीदारी मिलनी चाहिए, हां या ना? अगर मिलनी चाहिए तो क्या आपकी आबादी 5% है, हां या ना? यह सवाल है। और डिस्ट्रैक्शन इस बात से हो रहा है, बीजेपी को ये जो 2 पॉइंट्स हैं, महिला आरक्षण वाले, डिलिमिटेशन और सेंसस, इनको हटा देना चाहिए और एकदम महिलाओं को जो इज्जत मिलनी चाहिए, जो रिस्पेक्ट मिलनी चाहिए, जो भागीदारी होनी चाहिए, उनको एकदम वो कर दें। और कास्ट सेंसस का जो हमने डेटा निकाला था उसको पब्लिक कर दें, तो सारे हिंदुस्तान के ओबीसी युवाओं को पता लग जाए वो हैं कितने, और नया सेंसस कास्ट बेसिस पे करें। थैंक यू। और प्रधानमंत्री को अपने अगले भाषण में यह कहना है, यह समझाना है देश को कि हिंदुस्तान के सबसे जरूरी 90 अफसर जो हैं उनमें से सिर्फ 3 ओबीसी क्यों हैं? यह मेन सवाल है। और मैंने दलितों और आदिवासियों की बात ही नहीं की अभी। अंग्रेजी में क्या देता हूं? द बीजेपी केम अप with the idea of a special session. We appreciated that idea. With a lot of fanfare and pomp, we moved from the old building to the new building. The Prime Minister, in a very dramatic gesture, carried the Constitution of India from the old building to the new building. And he said that he is passing a very important law. And we agree with him. Women's reservation is a central step in the empowerment of the women of India, and it is a critical step. But when we read the fine print, we found something very interesting. 2 little subtexts were there. Number 1, this will be done after delimitation. Number 2, this will be done after census. What it means is this bill will be implemented a decade from now. It is not going to be implemented today, and every woman in India should understand this. It is not going to be implemented today, it's going to be implemented, if it is implemented, 10 years from now. So this is a diversionary tactic. It's a way of making everyone's attention move away. The question is, what are they moving away from? And the answer is the caste census. And I'd like to explain why. In my research for my speech, I looked at how many officers in the government of India, the senior most officers,
or secretaries, how many secretaries in the government of India come from the OBC community? How many come from the Dalit community? How many come from the tribal community? And I was shocked to find that 5% of the secretaries of the government of India, 3 officers in the government of India secretary level are OBC first. And then I asked another question, what budget do they control? And they control 5% of the budget. OBCs, Dalits, tribals, all put together control 6% of the budget. Tribals control 0.1 something of the budget. So this is a shocking finding. And I said this in Parliament. My point being that are the OBCs 5% of India? Is that the amount of participation we want of the OBC community? So the central question is, how many OBCs are there in India? How many different communities are there in India? If we want to distribute power to the people of India, we have to know this. Otherwise, we are working without data. And so സംസ്ഥാനങ്ങളുടെ പോലും അനുമതി വേണ്ടെന്ന നിലപാടിൽ കേന്ദ്രം നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. OBC വിഷയത്തിലും OBC സംവരണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളിൽ പോലും ഉപഭോക്താക്കൾ കുറവ്. പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കടകളിൽ വ്യാപാരമില്ല. വലിയ ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുകയാണ്. പ്രവർത്തനം തുടങ്ങിയാൽ ചിലവ് താങ്ങാനാകില്ലെന്നാണ് ഉടമകൾ പറയുന്നത്. ബസ്സുകൾ വലിയ നഷ്ടത്തിലാണെന്ന് ഉടമകൾ പറയുന്നു. ഓട്ടോറിക്ഷകൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുക. ബസ്സുകൾ ഡ്രൈവർമാർ പറയുന്നത് ആളില്ലാത്തതുകൊണ്ട് ഒരു ട്രിപ്പ് കട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത് വല്ലാത്തൊരു ഭയപ്പാടിലേക്ക് പോവുക. കാരണം നമുക്കറിയാം, ഇപ്പൊ കൊണ്ട് ഒന്നോരാം മരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി വ്യാപാര മേഖലയിൽ നേരത്തെ ഉണ്ടായ മാതിരിയുള്ള ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. ആത്മഹത്യകൾ ഇനി വ്യാപാര മേഖലയിൽ കൂടി പോകുന്ന ഭയപ്പാടുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടകൾ തുറക്കാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാരികൾക്ക് ഗുണമൊന്നുമില്ല. വ്യാപാര നഷ്ടം കടക്കെണിയിലാക്കുമെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 വടകര. വിദ്യാലയത്തിലെ ഭൌതിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മലപ്പുറം വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച ബിരിയാണി ചാലഞ്ച് വൻ വിജയം. 100 രൂപ നിരക്കിൽ 14,000 പൊതികളാണ് വിതരണം ചെയ്തത്. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിനായി സ്കൂൾ ബസ് വാങ്ങുക, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള സയൻസ് ലാബ് നവീകരിക്കുക, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. പാചകം ചെയ്ത ബിരിയാണി വണ്ടൂരിലെ 3 ഓഡിറ്റോറിയങ്ങളിൽ എത്തിച്ചാണ് പൊതികളിലാക്കി വിതരണം ചെയ്തത്. യാത്രാ സൗകര്യത്തിനും ലാബ് വികസനത്തിന്റെ ഭാഗവുമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോ NSS യൂണിറ്റ് ഗാന്ധി ഭവനിലോട്ടും പാലേറ്റീവ് ഹോം കെയറിലോട്ടും സൗജന്യമായിട്ട് ബിരിയാണി പൊതികൾ നൽകുന്നുണ്ട്. അപ്പൊ രാവിലെ 7:30 സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടുറോഡിൽ ലഹരി മാഫിയ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. കാരോട് ബൈപ്പാസിൽ ആയിരപ്പാലത്തിന് സമീപം വിദ്യാർത്ഥിയെ സംഘാംഗങ്ങൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു. വിദ്യാർത്ഥി നിലവിളിച്ചിട്ടും മർദ്ദനം തുടർന്നു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഓടി രക്ഷപ്പെടുന്ന ദൃശ്യവും പുറത്തുവന്നു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പിടിച്ചോണ്ടി മാനമരിട്ട് എന്താ പിടിച്ചോണ്ടിരിക്കണേ? ഇടിയടാ, അങ്ങനെ വായിൽ പിടിക്കണേ. ഇടിയടാ, വായി നേറാ, അല്ല ഇടി, അല്ല ഇടി, വായി നേറാ, അല്ല ഇടി, വായി നേട്, അല്ല ഇടിയടാ. മോനെ ശിവ, ഞാനാണ് പറയണേ. മോനെ ശിവ, ഞാനാണ് പറയണേ. വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അതിനാണ് കുമാരൻ പിടിച്ചെറിഞ്ഞ വീഡിയോ.
ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ചെറിയ കുട്ടികളാണ്, ഇതെവിടെയാണ് സംഭവം, എന്തായിരുന്നു? ധന്യ, കഴക്കൂട്ടം കാരോട് റോഡിലാണ്. നട റോഡിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് പക്ഷേ കേസൊന്നും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊഴിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇവർ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ ഇല്ലാത്തവരും നോക്കാനോ മറ്റ് കാര്യങ്ങളൊന്നും അറിയിക്കാനോ ആരുമില്ലാത്തവരുമായ കുട്ടികളാണ് ഇത്തരത്തിൽ ഈ തെരുവിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ട ഈ ഒരു മർദ്ദനത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവരുടെ സുഹൃത്തായ ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺ സുഹൃത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് സൗഹൃദ ലിസ്റ്റിൽ നിന്ന് മർദ്ദനമേൽക്കുന്നയാൾ മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മർദ്ദനം തുടങ്ങിയത് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന സൂചന. അതിന്റെ പേരിലാണ് ഈ തർക്കമുണ്ടായത്. ആ തർക്കം പിന്നീട് മർദ്ദനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. പിന്നീട് കൂട്ടുകാർ നോക്കി നിൽക്കുകയും അവരിൽ ഒരാൾ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. അങ്ങനെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. അതിക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. മറ്റുള്ളവർ പിടിച്ചു മാറ്റാൻ പോലും ശ്രമിക്കാതെ നോക്കി നിൽക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും അതൊന്നും വകവെക്കാതെ വീണ്ടും മർദ്ദിക്കുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും പൊഴിയൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് നഗര ഹൃദയ ഭാഗത്ത് ഉൾപ്പെടെ ഈ ലഹരി മാഫിയകൾ കുട്ടികളെ വശത്താക്കി ഇത്തരം സംഭവങ്ങൾ നടത്തുന്നത്, അവർക്ക് ലഹരി ഉപയോഗത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അത് അമർച്ച ചെയ്യുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം അമർച്ച ചെയ്യുന്നതിന് വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഫലപ്രദമായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോഴും ലഹരി സംഘങ്ങൾ രഹസ്യമായി വിദ്യാർത്ഥികളെ വലയിലാക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് തെരുവിൽ കിടന്ന് തമ്മിൽ തെല്ലുന്ന ഈ ദൃശ്യങ്ങൾ. നന്ദി ഡാൻ. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ